പാല് കാച്ചി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു നൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, അമ്മ ഇല്ല. ഞാൻ ഇന്നലെ അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഇതെന്തോ പപ്സ് പോലത്തെ എൻ്റെ പൊടിയാണ്. അപ്പോൾ ഇന്നലെ പോയി. എനിക്ക് സ്കാൻ ചെയ്യാനുള്ള ഡേറ്റ് അടുത്ത ആഴ്ചയാണ്, വ്യാഴാഴ്ചയാണ്. കീറേണ്ടി വരുമോയെന്നറിയില്ല മുഴ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇന്ന് അമ്മ ഹോസ്പിറ്റലിൽ ഷുഗറും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് പാല് കാച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുടിക്കണം. കുടിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റെങ്കിലും ഒഴിവാക്കാമെന്നാണ് വിചാരിക്കണം. അത്യാവശ്യം തടിയുണ്ടല്ലോ അതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് അമ്മ സാമ്പാർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ബാക്കി ഇനി കുറച്ചൊന്ന് എന്തെങ്കിലും കറി, തോരനോ, എന്നിട്ട് മീനുണ്ട്. അപ്പോൾ അത് കുഴിയാളെന്തോ, അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു മീൻ കറി എനിക്കധികം അങ്ങനെ വെച്ച് ശീലമില്ല, അമ്മയില്ലാതെ. എന്നാലും അതൊന്ന് വെച്ച് നോക്കണം. ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ പുളി ഇടാൻ മറന്നു പോകും, ഞാനായിട്ട് വെക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ സഹായിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും മീൻ കറി പറ്റുമെങ്കിൽ ഒന്ന് വെക്കണം. തോരനുണ്ടാക്കണം. അപ്പോൾ ഇത്രയാകുമ്പം ഉച്ചയ്ക്ക് ഊണിനുള്ളതായി. അപ്പോൾ അതാണ് ജോലി. അത് ഞാൻ വ്ളോഗായിട്ട് അങ്ങനെ കാണിക്കില്ല, ജസ്റ്റ് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തിടാം. എന്നിട്ട് ടാരോ റീഡിങ് പഠിക്കുകയോ അല്ലെങ്കിൽ ടാരോ കാണുകയോ ചെയ്യണം. അപ്പോൾ ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നല്ലതായിട്ട് കിടന്ന് ഉറങ്ങി. ചെറിയ ജലദോഷമുണ്ട്. AC ഇട്ട് കിടക്കുമ്പം ചെറിയ ജലദോഷം വരും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ടാരോ പഠിക്കലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞോന്നറിയില്ല, ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടോയെന്നറിയില്ല, ചെറിയൊരു പാല് മധുരം ഇട്ടിട്ട് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഹോർലിക്സും ബൂസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുത്തതാണ്. ചെറിയൊരു സ്റ്റാർട്ടപ്പ് പോലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഇടാൻ നോക്കാം. ഡ്രസ്സും ഫാൻസി ഓർണമെൻറ്റ്സും ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ കാണുന്ന ടാരോ റീഡിങ്ങിൻ്റെ ഇത് വഴി സെല്ല് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു മാം വഴി. നോക്കട്ടെ, അതെന്തെങ്കിലും അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പറയാം. എന്നിട്ട് എനിക്കൊരു വെബ്സൈറ്റ് അടുത്ത വർഷം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളോ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ തരാം. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും കയറി വാങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ കയറി വാങ്ങാം. ഞാൻ നന്നായിട്ട് പഠിക്കുമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന കുഞ്ഞുനാൾ മുതലേ ബിസിനസ് ചെയ്യുക, ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് എനിക്കിഷ്ടം. ഇപ്പോൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് രാമചന്ദ്രൻ അല്ലെങ്കിൽ പോത്തീസ് അതുപോലുള്ള ഒരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഭയങ്കര, അല്ലെങ്കിൽ ഒരു ബൊട്ടീക്ക്, ചെറിയ രീതിയിലാണെങ്കിൽ ഒരു ബൊട്ടീക്ക്, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമായിരുന്നെങ്കിലും എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പാണ്. ഫാൻസി അതൊക്കെയാണ് എനിക്കിഷ്ടം, മാർജിൻ ഫ്രീ. അപ്പോൾ നോക്കാം, എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ അതൊന്നും സ്റ്റാർട്ട് ചെയ്യാനില്ല, ജസ്റ്റ് ഒരു വെബ്സൈറ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വർഷം പറ്റുമോയെന്നറിയില്ല. അതിന് കുറച്ചുകൂടി പൈസയൊക്കെ ആവശ്യമാണ്. ഒരു 50,000 രൂപയെങ്കിലും വേണ്ടി വരും. കാരണം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പൈസ കൊടുക്കണം. പിന്നെ അതിൽ കുറേ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളതിൽ അത് വേണ്ടേ ആ കളക്ഷൻ. അപ്പോൾ അതിനൊരു 50,000 രൂപയെങ്കിലും ആവശ്യമായിട്ട് വരും. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അത്രയെങ്കിലും വേണം, അത് കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം. മീൻചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയും മുളകും പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി അരച്ചതാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. ഞാൻ അങ്ങനെ തനിയെ മീൻകറി വെക്കാറില്ല, എന്നാലും അമ്മേരെ കൂടെ നിന്ന് വെച്ച പരിചയത്തിൽ ഇന്നങ്ങ് വെക്കാൻ വിചാരിച്ചു. അമ്മ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ്. ഇത്രയായിട്ടുണ്ട്. കുറച്ചുകൂടി കളറുണ്ട് കേട്ടോ, ഇത് ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ടാണ് കളർ കുറവ്.
അപ്പം നോക്കട്ടെ. ഇനി ഉലുവപ്പൊടി ഇടും, മഞ്ഞൾപ്പൊടി ഇടും, പുളി പിഴിഞ്ഞൊഴിക്കും, മുരിങ്ങയ്ക്ക ഇടും, 2 കഷ്ണം മാങ്ങ ഉണ്ടെങ്കിൽ അതും ഇടും, മീനെടുത്ത് തട്ടി കൊടുക്കും, ഉപ്പിടും. ഇത്രയേ ഉള്ളൂ. ഇത് തിളച്ചതിന് ശേഷം മീൻ ഇടുള്ളൂ, ബാക്കിയെല്ലാം അതിന് മുമ്പ് ഇടാം. കുറച്ച് മുരിങ്ങയ്ക്കയും കുറച്ച് മാങ്ങയും, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി പുളിയും കൂടെ ഇടണം. ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇത് ഒരു 4 സവോള എടുത്ത് വരട്ടിക്കൊണ്ടിരിക്കുവാണ്. കടു വറുത്തിട്ട് സവോള ഒരു 4 എണ്ണം മീഡിയം സൈസ് എടുത്ത് വരട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഇതിൻ്റെ തോരത്തിൻ്റെ അരപ്പ് ഇട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ തോരത്തിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല മൂപ്പിക്കണം. സവോള എത്ര മൂക്കണം അത്രയും ടേസ്റ്റാണ്. ഉള്ളിത്തോരൻ എൻ്റെ ഒരു ഹൈലൈറ്റ് റെസിപ്പിയാണ്. പക്ഷേ ഞാനത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, വെറുതെ വീഡിയോ ലെങ്തായി പോവും. ഞാൻ ഇതിൽ തേങ്ങ, മുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, ജീരകം, വെളുത്തുള്ളി 2 വലിയ പീസ് ഇത്ര ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് അരപ്പ് നന്നായിട്ട് അരയണം, അതുപോലെ കുറച്ച് അരപ്പ് കൂടുതൽ ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. പക്ഷേ ഉള്ളിത്തോരൻ അടിപൊളിയാണ്. വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കുക. ഫുൾ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അളവോട് കൂടി എല്ലാം മെഷർമെൻറ്റോട് കൂടി ഇട്ട് തരാം, വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. കാറിലിരിക്കും വെച്ച് ഇതാണ് ഉള്ളിത്തോരൻ ഫൈനൽ. അപ്പോൾ വേണമെന്നുള്ളവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കുറച്ച് മുട്ടയും കൂടെ ഇട്ടാൽ മുട്ടത്തോരനായി. നല്ല മുട്ടത്തോരൻ കിട്ടും. മുട്ട പൊട്ടിച്ച് ചിക്കി ഒഴിച്ചെടുത്താൽ മതി. നല്ല പഴുത്ത പേരയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുഴു ഇല്ലാതിരുന്ന ഭാഗ്യം. നല്ല അവിടെ നിന്ന് അധികം പുഴു കാണില്ല. ഈ റോഡ് സൈഡിൽ ഒരിടത്തുനിന്ന് വാങ്ങിക്കണതാണ്, നല്ലതാണ് സാധാരണ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. അപ്പോൾ നല്ല പഴുത്ത പേരയ്ക്ക കിട്ടിയാൽ നല്ല ഇതല്ലേ, കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്. അപ്പം നോക്കാം, ഞാൻ പറ്റി കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ബ്രദറിന് ചപ്പാത്തി അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് അമ്മയടുത്ത് പറഞ്ഞു അത് ഭയങ്കര എണ്ണയായിട്ട്. പക്ഷേ എനിക്കത് ഭയങ്കര എണ്ണയായിട്ടാണ് തോന്നിയത്. നമ്മൾ സാധാരണ വാങ്ങിക്കണൊക്കെ അല്ലേ, ഭയങ്കര എണ്ണയായിട്ടാണ് എനിക്കും തോന്നിയത് പൊറോട്ട. ഇനി ഫുൾ ഹെൽത്ത് ഫോക്കസ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഈ ഒരു ഷോർട്സോടുകൂടി നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ സീതപ്പഴത്തിൻ്റെ 2-3 തൈ, ഒരു മാവ്, റംബൂട്ടാൻ്റെ ഒരു തൈ, പിന്നെ കുറച്ച് ലക്കി ബാമ്പു, പിന്നെ മാതളത്തിൻ്റെ 2-3 തൈ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെടിച്ചട്ടിയിലാണ് ഇരുന്നത്. അപ്പോൾ ഇത് നടാൻ വേണ്ടി അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, ഒരു 4-5 സെൻറ്റ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ മതിലിൻ്റെ അപ്പുറത്ത്, അപ്പോൾ ഈ വീടിൻ്റെ അപ്പുറത്ത്, അപ്പോൾ അവിടെ ഒരു മാവ് നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞി തൈ. അത് തന്നെ വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഒരു മഞ്ചാടിക്കുരു കിട്ടി. മഞ്ചാടിക്കുരു ഇങ്ങനെ ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് കിട്ടണം. വളരെ, അതായത് ഇവിടെ എങ്ങും മഞ്ചാടി മരമില്ല. ഈ ഏരിയയിലെ ഒരു സ്ഥലത്തും മഞ്ചാടി മരമില്ല എൻ്റെ അറിവിൽ. 30 വർഷമായിട്ട് ഇതുവരെ ഇവിടെ ഒരു മഞ്ചാടി തൈ ഉള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ഇല്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു ഫ്രഷ് മഞ്ചാടി എൻ്റെ കയ്യിൽ കിട്ടി. അത് കൃഷ്ണൻ്റെ അനുഗ്രഹം എന്നാണ് പറയുക, മഞ്ചാടിക്കുരു ഇങ്ങനെ കിട്ടണത് ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി. അത് കണ്ണൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് നട്ട് നോക്കാം, അത് വളർന്നു വന്ന ഒരു മഞ്ചാടി മരം ആവുമല്ലോ എന്ന് വിചാരിച്ചു. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കൊണ്ടുപോയി കുഴിച്ചിട്ടു, വെള്ളം ഒഴിച്ച് നോക്കാം അത് വളരുമോ എന്ന്. അങ്ങനെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല, എനിക്ക് വയ്യായിരുന്നു. വീഡിയോ എടുത്ത് നടാൻ എനിക്ക് അത്ര ഒറ്റയ്ക്കല്ലേ ചെയ്യണം. അപ്പോൾ ഇതും കൂടെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടു, അത് ചെയ്തില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്യുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാറുണ്ട്, ചിലപ്പോൾ കാപ്പി എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. ബാക്കിയൊക്കെ ഉണ്ട്, മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാമ്പാറും ഒക്കെ. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ദോശയോ അപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ പുട്ടോ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ടാരോയോ അത് പറ്റുമെങ്കിൽ ഞാൻ അടുത്ത ഷോർട്സായിട്ടോ എന്തെങ്കിലും പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ടാരോ റീഡിങ്ങോ അല്ലെങ്കിൽ ടാരോ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ ടാരോ റീഡിങ് പഠിക്കുക, അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ് പഠിക്കുക. ഇന്ന് ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ് പഠിക്കാൻ സാധ്യതയില്ല, ടാരോ തന്നെ ആയിരിക്കും ഇന്ന് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ.